സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസിൻ്റെ നാമത്തിൽ കർത്തൃനാമത്തിൽ സ്വാഗതം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ അളവറ്റ കരുണയും ദയയും ക്ഷമയും എല്ലാ സമയത്തും നേരത്തും അടിയങ്ങൾക്ക് ആവശ്യമാണെന്ന് അവിടുന്ന് അറിയുന്നല്ലോ പിതാവേ. താഴ്മയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു അപ്പ. അവിടുത്തെ വചനവും സന്ദേശവും സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ആത്മാക്കളെയും ഒരുക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു, അപേക്ഷിക്കുന്നു. അങ്ങയുടെ കൃപയാൽ കേൾക്കാൻ ചെവികളും കാണാൻ കണ്ണുകളും അനുസരിക്കാൻ മനസ്സുമുള്ള ഒരാത്മാവിനെയും ഞങ്ങൾക്ക് നൽകണമേ പിതാവേ. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ അശ്രദ്ധകളും ഞങ്ങളിൽ നിന്ന് മാഞ്ഞു പോകട്ടെ. അങ്ങയുടെ സാന്നിധ്യം അടിയങ്ങൾ തേടുകയും അങ്ങ് നൽകുന്ന ജ്ഞാനത്തിനായി ദാഹിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിലായി അവിടുത്തെ വചനം ധ്യാനിക്കുവാനും കേൾക്കുവാനും ഈ കൂട്ടായ്മയിൽ അനുവദിച്ച അവിടുത്തെ വഴികാട്ടുന്ന വെളിച്ചത്തിൻ്റെ വാഗ്ദാനത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്നു നിറയണമേ. അടിയങ്ങൾ ഇതാ ശ്രവിക്കുന്നു. 143 സങ്കീർത്തനം. കാരുണ്യത്തിനും സഹായത്തിനും വേണ്ടി പ്രാർത്ഥന. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ യാചന ശ്രവിക്കണമേ. അങ്ങയുടെ വിശ്വസ്തതയിലും നീതിയിലും എനിക്ക് ഉത്തരമരുളണമേ. ഈ ദാസനെ ന്യായവിസ്താരത്തിന് വിധേയനാക്കരുതേ. എന്തെന്നാൽ ജീവിക്കുന്ന ഒരുവനും അങ്ങയുടെ മുൻപിൽ നീതിമാനല്ല. ശത്രു എന്നെ പിന്തുടർന്നു, അവൻ എൻ്റെ ജീവനെ നിലത്തെറിഞ്ഞ് തകർത്തു. പണ്ടേ മരിച്ചവനെ പോലെ എന്നെ അവൻ ഇരുട്ടിൽ തള്ളി. ഞാൻ വിഷാദഗ്രസ്തനായിരിക്കുന്നു, എൻ്റെ ഹൃദയം നടുങ്ങുന്നു. കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു, അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെയും പറ്റി ഞാൻ ധ്യാനിക്കുന്നു. അവിടുത്തെ ശക്തമായ പ്രവൃത്തികളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ അങ്ങയുടെ നേർക്ക് കരങ്ങൾ വിരിക്കുന്നു. ഉണങ്ങി വരേണ്ട നിലം പോലെ എൻ്റെ ഹൃദയം അങ്ങയ്ക്കായി ദാഹിക്കുന്നു. കർത്താവെ, എനിക്ക് വേഗം ഉത്തരമരുളണമേ. ഇതാ എൻ്റെ പ്രാണൻ പോകുന്നു. എന്നിൽ നിന്ന് മുഖം മറയ്ക്കരുതേ, മറച്ചാൽ ഞാൻ പാതാളത്തിൽ പതിക്കുന്നവരെ പോലെയാകും. പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യത്തെപ്പറ്റി കേൾക്കട്ടെ. എന്തെന്നാൽ അങ്ങയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. ഞാൻ നടക്കേണ്ട വഴി എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്കാണ് ഞാൻ ഉയർത്തുന്നത്. കർത്താവെ, ശത്രുക്കളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അഭയം തേടി ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി വന്നിരിക്കുന്നു. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ ഏൽപ്പിക്കണമേ. എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ ജീവൻ പരിപാലിക്കണമേ. അങ്ങയുടെ നീതിയാൽ എന്നെ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. കാരുണ്യവാനായ അങ്ങ് എൻ്റെ ശത്രുക്കളെ വിച്ഛേദിക്കണമേ. എൻ്റെ വൈരികളെ നശിപ്പിക്കണമേ. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസനാണ്. ദൈവജനമേ, സങ്കീർത്തനം 143 അധ്യായം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള ഒരു നിലവിളി കൂടിയാണ്. ദാവീദ് രാജാവ് കടുത്ത പ്രതിസന്ധിയിലും ശത്രുക്കളുടെ പിടിയിലും ആയിരുന്നപ്പോൾ തൻ്റെ സങ്കടങ്ങൾ മുഴുവൻ ദൈവം മുമ്പാകെ ഇറക്കി വയ്ക്കുന്ന ഒരു പ്രാർത്ഥന. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ യാചനകൾക്ക് ചെവി തരണമേ. അവിടുത്തെ വിശ്വസ്തതയും നീതിയും അനുസരിച്ച് എനിക്ക് ഉത്തരമരുളണമേ എന്നാണ് അദ്ദേഹം തുടങ്ങുന്നത്. ഈ വാക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നത് ഏത് പ്രതിസന്ധിയിലും നമ്മുടെ ആശ്രയം ദൈവത്തിൽ മാത്രമായിരിക്കണം എന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ സ്വന്തം നീതിയിലോ കഴിവുകളിലോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ കാരുണ്യത്തിലും വിശ്വസ്തതയിലുമാണ് നാം ശരണം വയ്ക്കേണ്ടത്. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം വളരെ പ്രധാനമാണ്. ശത്രുക്കൾ ദാവീദിനെ വേട്ടയാടുകയും ജീവഹാനി വരുത്താൻ ശ്രമിക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് ഇത് എഴുതപ്പെട്ടത്. ദാവീദിൻ്റെ ആത്മാവ് ക്ഷീണിക്കുകയും ഹൃദയം തളരുകയും ചെയ്തിരിക്കുന്നു. തനിക്ക് ചുറ്റുമുള്ള അന്ധകാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പഴയ കാലത്ത് ദൈവം ചെയ്ത അത്ഭുതകരമായ കാര്യങ്ങൾ അദ്ദേഹം ഓർമ്മിക്കുന്നു. പണ്ടത്തെ ദിവസങ്ങളെ ഞാൻ ഓർമ്മിക്കുന്നു. അവിടുത്തെ എല്ലാ പ്രവൃത്തികളെക്കുറിച്ചും ഞാൻ ധ്യാനിക്കുന്നു. അവിടുത്തെ കൈകളുടെ പ്രവൃത്തിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. ഈ ഓർമ്മപ്പെടുത്തലുകൾ അദ്ദേഹത്തിന് പുതിയ ശക്തിയും പ്രത്യാശയും നൽകുന്നതായി നാം വായിക്കുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ മുൻകാല ഇടപെടലുകൾ ഓർക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. സഹോദരങ്ങളെ, ഇന്നത്തെ പാപഭംഗിലമായ ലോകത്തിലും ഈ സങ്കീർത്തന ഭാഗം വളരെ പ്രസക്തമാണ്. നമ്മിൽ പലരും മാനസിക സമ്മർദ്ദങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും പ്രശ്നങ്ങളും കാരണം തളർന്നിരിക്കാം. ഒരുപക്ഷെ നമുക്കെതിരെ സംസാരിക്കുന്നവരും നമ്മെ തകർക്കാൻ ശ്രമിക്കുന്നവരും ഉണ്ടാകാം. ചിലപ്പോൾ സ്വന്തം തെറ്റുകൾ കാരണം നാം കുറ്റബോധത്താൽ നീറി പുകയുന്നുണ്ടാകാം. അത്തരം സന്ദർഭങ്ങളിൽ ദാവീദിനെ പോലെ നമുക്കും ദൈവത്തിങ്കിലേക്ക് തിരിയാം. നമ്മുടെ വേദനകളും ഭയങ്ങളും പരാധീനതകളും ഒരു മറയുമില്ലാതെ അവിടുത്തെ മുൻപിൽ സമർപ്പിക്കാം. നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന പിതാവായ ദൈവം കേൾക്കും എന്ന ഉറപ്പ് ഈ സങ്കീർത്തനം നമുക്ക് പ്രദാനം ചെയ്യുന്നു.
പുതിയ നിയമത്തിൽ ഈ സങ്കീർത്തനത്തിൻ്റെ ആത്മീയമായ പൂർത്തീകരണം നാം കാണുന്നത് നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിലാണ്. കർത്താവായ ഈശോ തൻ്റെ ജീവിതകാലം മുഴുവൻ പിതാവായ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു. ഗെത്സമനിയിലെ പ്രാർത്ഥനയിൽ മരണത്തോളം സങ്കടപ്പെട്ടപ്പോഴും അവിടുന്ന് പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെ വിട്ടുകൊടുത്തു. സങ്കീർത്തനത്തിലെ അവിടുത്തെ ആത്മാവ് എന്നെ നേർവഴിക്ക് നയിക്കട്ടെ എന്ന പ്രാർത്ഥന പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് പിതാവിൻ്റെ ഹിതം നിറവേറ്റിയ ഈശോയുടെ ജീവിതത്തിൽ പൂർണ്ണമായി നിറവേറുന്നു. ഈശോയുടെ തികഞ്ഞ അനുസരണം നമുക്ക് മാതൃകയാണ്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവം തൻ്റെ അനന്തമായ കരുണയാൽ നമ്മെ വീണ്ടെടുക്കുകയും പാപത്തിൻ്റെ പിടിയിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവായ ഈശോയുടെ കുരിശുമരണത്തിലൂടെയാണ് നമുക്കോരോരുത്തർക്കും ഈ രക്ഷ സാധ്യമായത്. അതിനാൽ നാം പാപത്തിൽ തുടരരുത് സഹോദരങ്ങളെ. ഇതാണ് രക്ഷയുടെ സമയം. ഇപ്പോൾ തന്നെ മടങ്ങി വരാം. പശ്ചാത്തപിച്ച് പാപമോചനം തേടി നമ്മുടെ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാം. ഇനി മേലിൽ പാപം ചെയ്യരുത് എന്ന തീരുമാനത്തോടെ, ഉറച്ച തീരുമാനത്തോടെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുകയും വേണം. അനുതപിക്കുന്ന ഓരോ പാപിയെ ചൊല്ലി സ്വർഗം സന്തോഷിക്കുന്നു. അവിടുത്തെ കൃപ നമ്മെ എപ്പോഴും നയിക്കും. സഹോദരങ്ങളെ, ഈ കാൽപ്പെരുമാറ്റം പോലെ, കങ്കാണിയുടെ കാൽപ്പെരുമാറ്റം പോലെ, വേലക്കാരൻ്റെ അല്ലെങ്കിൽ കാവൽക്കാരൻ്റെ കാൽപ്പെരുമാറ്റം പോലെ കർത്താവിൻ്റെ രണ്ടാം വരവ് അപ്രതീക്ഷിതമായിരിക്കും. ഒരു കാവൽക്കാരൻ അത് മുന്നേ കൂട്ടി ചിലപ്പോൾ അറിഞ്ഞെന്ന് വരാം. എന്നാൽ കർത്താവിൻ്റെ വരവ് ഒരു കാരണവശാലും നാം പ്രതീക്ഷിക്കുന്ന സമയത്തുണ്ടാവില്ല. കങ്കാണി എന്നത് പഴയൊരു വേലക്കാരൻ അല്ലെങ്കിൽ കാവൽക്കാരൻ്റെ പ്രാദേശിക പ്രയോഗമാണ്, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ. എപ്പോഴാണ് അവിടുന്ന് കടന്നു വരിക എന്ന് നമുക്കാർക്കും അറിയില്ല. അതിനാൽ ഈ ലോകത്തിലെ മായയിൽ നിന്ന്, മായകരമായ കാഴ്ചകളിൽ മതിമറന്ന് ജീവിക്കാതെ എപ്പോഴും ഒരുക്കത്തോടെ തയ്യാറായി നാം ഇരിക്കണം. കർത്താവ് വരുന്ന ആ നിമിഷം, എല്ലാവർക്കും കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ആ നിമിഷത്തിൽ നാം ലോത്തിൻ്റെ ഭാര്യയെപ്പോലെ ഓടിപ്പോകാതെ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് മുട്ടിന്മേൽ താണു വണങ്ങി കർത്താവെ, പാപിയായ എന്നോട് കനിയണമേ എന്ന് എവിടെയാണോ നാം നിൽക്കുന്നത് ആ സ്ഥലത്ത് നിന്ന് മുട്ടിന്മേൽ തലകുമ്പിട്ട് കർത്താവെ എന്നോട് കനിയണമേ, ഞാൻ പാപിയാകുന്നു എന്ന് ആവർത്തിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കണം. ആ സമയം, ആ നിമിഷം നമ്മളുടെ സാൽവേഷൻ്റെ ടൈമാണ്. നമ്മുടെ വിളക്കും എണ്ണയും തയ്യാറാക്കി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് തൻ്റെ മാലാഖമാരെ അയച്ച് ആ സമയം നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. നമ്മുടെ ശരീരം ഇല്ലാതായാലും നമ്മളുടെ ആത്മാവ് കർത്താവിൻ്റെ മേശയ്ക്ക് ചുറ്റും അവിടുത്തെ സൽക്കാരമേശയിൽ അംഗങ്ങളാകാൻ നമ്മെ ക്ഷണിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ആത്മാവിനെ കർത്താവ് സ്വീകരിക്കും. കർത്താവിനെ സ്വീകരിക്കാൻ യോഗ്യമായ ഒരു ഹൃദയത്തോടെ അവിടത്തേക്ക് നമുക്ക് വിശുദ്ധിയോടെ കാത്തിരിക്കാം. നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെടാം. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അത് നമ്മെ ഒരിക്കലും കൈവിടില്ല. തളർന്നു പോകാതെ മുന്നോട്ട് നടക്കാം. ദൈവം നമ്മോടൊപ്പമുണ്ട്. കർത്താവിനെ അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവെച്ച് സുവിശേഷ വേലയിൽ നിങ്ങളും പങ്കാളികളാകുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.